വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ഓഫ് ക്വാണ്ടിറ്റി സർവേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ വാല്യുവേഷൻ ആൻഡ് റെന്റ് ഫിക്സേഷനിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിങ്കിങ് ഫണ്ട് എന്നുള്ള ടോപ്പിക്കിലായിരുന്നു ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്മി മുഹമ്മദ് റഹീസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്കിങ് ഫണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം എൻഡ് ചെയ്ത ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഏകദേശം 10 ക്വസ്റ്റ്യൻ പേപ്പറോളം ഒബ്സർവ് ചെയ്ത് അതിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യം മാത്രം ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോബ്ലം നമ്പർ 1. സിങ്കിങ് ഫണ്ട്. The sinking fund amount of a building is estimated to 50,000, whose future life is 20 years. Find out the yearly installment of sinking fund, which should be set aside at 5% interest. But interest എന്ന് എഴുതിയിട്ടില്ല, ഇവിടെ 5% എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ ഇൻട്രസ്റ്റ്. ബാങ്ക് എത്ര ശതമാനമാണ് പലിശ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 50,000. 50,000 രൂപയാണ് സിങ്കിങ് ഫണ്ട് എമൗണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ വാല്യൂ എത്രയാണെന്നോ പിന്നെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണെന്നോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടെത്താനും പറഞ്ഞിട്ടില്ല, സൂചനയും തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് ആ ബിൽഡിങ്ങിന് 50,000 രൂപ സിങ്കിങ് ഫണ്ടായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് ആ ബിൽഡിങ് 20 വർഷമാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ 20 വർഷം കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മൂല്യത്തിൽ 50,000 രൂപയുടെ തകർച്ചയുണ്ടാവും. 50,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ അത് 0 രൂപയായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു 70,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 കുറഞ്ഞ് 20,000 രൂപയായി മാറും. അപ്പോൾ ടോട്ടലി ലോസ് വരുന്നത് 50,000 റുപ്പീസ് ആണ്. ഈ 50,000 റുപ്പീസ് ആണ് നമുക്ക് ഈ 20 വർഷ സമയം കൊണ്ട് തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സിങ്കിങ് ഫണ്ട് എമൗണ്ട് എത്രയാണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദ കാൽക്കുലേഷൻ ഈസ് വെരി ഈസി. അപ്പോൾ നമുക്ക് അതിന്റെ ഡാറ്റ ഒന്ന് എഴുതി നോക്കിയാലോ. ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എത്രയാണ്? 50,000. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് 50,000 ആണ്. പിന്നെ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഇറ്റ് ഈസ് 20 ഇയേഴ്സ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 20 ഇയേഴ്സ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റയാണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. 1, 2, 3 ഈ 3 ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം. കാൽക്കുലേഷന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് റബ്ബ് ചെയ്ത് കളയാം അവിടുത്തെ മാർക്കിങ്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അതുപോലെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടതാണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തായിട്ട് എന്ത് വേണം? യു ഹാവ് ടു നോ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ആനുവൽ സിങ്കിങ് ഫണ്ട്. ആനുവൽ സിങ്കിങ് ഫണ്ട് I ഈസ് ഈക്വൽ ടു SI/1 + I all raised to n - 1. അപ്പൊ ഇവിടെ ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർഷവും മാറ്റിവെക്കുന്ന, പീരിയോഡിക്കലായി മാറ്റിവെക്കുന്ന ഇൻസ്റ്റാൾമെന്റിനാണ് അല്ലെങ്കിൽ തുകയ്ക്കാണ് പറയുന്ന പേരാണ് ആനുവൽ സിങ്കിങ് ഫണ്ട്. ഈ ആനുവൽ സിങ്കിങ് ഫണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. I ഈക്വൽ ടു SI/1 + I all raised to n - 1. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പുറത്ത് എഴുതിയിട്ടുള്ള വാല്യൂസിനോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് മിസ്സായവർക്കോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ആ വാല്യൂസ് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെയിം കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഇക്വേഷനിലെ S എന്നുള്ള വാല്യൂ ഏതാണ്? ഇവിടുത്തെ S ആണ്, ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടുത്തെ N റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസറിലോട്ട് എത്താം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തരത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ദ തിങ്സ് ആർ ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുന്നു. I ഈക്വൽ ടു SI/1 + I all raised to n - 1. ഇനി നമുക്ക് അതിലെ ഓരോ വാല്യൂസിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. S ഈക്വൽ ടു 50,000, I ഈക്വൽ ടു 0.05 ആൻഡ് n number of years is equal to 20.
അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ എഴുതേണ്ടത് 0.05 എന്നാണ്. ഇതാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. കാരണം ഇവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ 5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം മൊത്തം തെറ്റിപ്പോവും. സോ അത് ഡെസിമൽ ആയിട്ടാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ അത് ഞാൻ ഓരോ വാല്യൂസിനെയും അതിലിട്ടു ആൻഡ് അതിന്റെ ഫൈനൽ കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1512.13 1512 രൂപ 13 പൈസയാണ് ഓരോ വർഷവും അയാൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. സോ ദാറ്റ് 20 വർഷം കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് 50,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ടു ബി സെറ്റ് അസൈഡ് ഈസ് 1512 റുപ്പീസ് 13 പൈസ. ഇത്രയാണ് ഇയാൾ ഓരോ വർഷവും മാറ്റിവെക്കേണ്ടത്. ഓക്കെ, പ്രോബ്ലം നമ്പർ 1 അവസാനിച്ചു. ആവശ്യമുള്ളവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. Then problem number 2. Define sinking fund. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇതേപോലെ 7 മാർക്കിനാണ് ചോദിച്ചത്, ഇത് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. വാട്ട് ഡിഫൈൻ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. An employee of government office purchased an old building for rupees 8 lakh. 8 ലക്ഷത്തിന് അയാൾ ഒരു പഴയ ബിൽഡിംഗ് വാങ്ങിച്ചു. Basis on the cost of land is 2 lakh. അവിടുത്തെ അതായത് നമ്മൾ വാങ്ങിച്ച ബിൽഡിങ്ങിന്റെ ലാൻഡ് 2 ലക്ഷം രൂപ മൂല്യമുള്ളതാണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് റുപ്പീസ് 6 lakh. ബിൽഡിങ്ങിന്റെ മൂല്യമോ 6 ലക്ഷം രൂപയാണ്. അപ്പൊ അയാൾ മൊത്തം ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത് 8 ലക്ഷം രൂപയ്ക്കാണ്. അതിലെ 2 ലക്ഷം ലാൻഡിനും 6 ലക്ഷം രൂപ ആ ബിൽഡിങ്ങിനും വേണ്ടിയിട്ട് ചെലവായിട്ടുള്ളതാണ്. The scrap value of the building is assumed to be 10%. അപ്പോൾ ആ ബിൽഡിംഗ് സ്ക്രാപ്പ് ആയി കഴിഞ്ഞാൽ, അതായത് ആ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിഞ്ഞാൽ അതിന് 10% വില കിട്ടും. അതായത് 6 ലക്ഷം രൂപക്കാണ് നമ്മൾ ആ ബിൽഡിംഗ് വാങ്ങിക്കുന്നത്, ലാൻഡ് 2 ലക്ഷം രൂപയാണ്. അതിൽ വില നഷ്ടപ്പെടുന്നത് ഏതിനാണ്? ബിൽഡിങ്ങിനാണ്. ലാൻഡിന് വില നഷ്ടപ്പെടാറില്ല, ആ വില തന്നെ കിട്ടും. ചിലപ്പോൾ വില കൂടാനേ സാധ്യതയുള്ളൂ. പക്ഷെ ബിൽഡിങ്ങിനാണെങ്കിലോ അതിന്റെ പീരീഡ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ വില കുറഞ്ഞു വരും. സോ 6 ലക്ഷം രൂപക്ക് വാങ്ങിച്ച ബിൽഡിങ് അതിന്റെ ലൈഫ് കഴിയുന്ന സമയത്ത് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് 10%. അപ്പൊ 6 ലക്ഷത്തിന്റെ 10% 60,000 രൂപ. അപ്പൊ അതിന്റെ ലൈഫ് പീരീഡ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വില എത്രയാണ്? 60,000 രൂപ. ആൻഡ് കൺസിഡറിങ് ദ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ആസ് 25 ഇയേഴ്സ്, ആ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്നുള്ളത് 25 വർഷമാണെങ്കിൽ വർക്ക് ഔട്ട് ദ ആനുവൽ സിങ്കിങ് ഫണ്ട് അറ്റ് 4% ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, 4% പലിശ ബാങ്ക് തരുന്നുവെങ്കിൽ നമുക്ക് എത്ര രൂപ ഓരോ വർഷവും മാറ്റിവെക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നും കൂടെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ 8 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ആ പ്രോപ്പർട്ടിയിൽ ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. അതിലെ ലാൻഡിന് വരുന്ന ചെലവ് 2 ലക്ഷവും ബിൽഡിങ്ങിന് വരുന്ന ചെലവ് 6 ലക്ഷവുമാണ്. ബിൽഡിങ്ങിന്റെ ഇനി ബാക്കിയുള്ള ജീവിതം എന്നുള്ളത് 25 വർഷമാണ്. അതായത് 25 വർഷം കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഉപയോഗശൂന്യമായി മാറും. ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിംഗ് പൊളിച്ചടുക്കി അതിന്റെ വസ്തുക്കൾ ഓരോന്ന് ഊരി വിൽക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ ഊരി വിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടാവുന്ന മൂല്യം നമ്മൾ നേരത്തെ ചെലവാക്കിയ മൂല്യത്തിന്റെ 10%. അതായത് 6 ലക്ഷം രൂപക്കാണ് ബിൽഡിംഗ് വാങ്ങിച്ചത്, അതിന്റെ 10% എന്ന് പറയുമ്പോൾ 60,000 രൂപയാണ് അതിന് സ്ക്രാപ്പ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള കാശ്. അപ്പൊ നമുക്ക് ടോട്ടലി ഈ 25 വർഷം കൊണ്ട് നഷ്ടം വരുന്ന തുക എത്രയാണ്? അതിങ്ങനെ നമുക്ക് കണക്കാക്കാം. 6 ലക്ഷം രൂപ ഉണ്ടായിരുന്ന സാധനം എത്രയായി മാറുകയാണ്? 60,000 ആയി മാറുകയാണ്. അപ്പൊ നമുക്ക് എത്ര രൂപ നഷ്ടം വന്നു? ടോട്ടൽ 5,40,000 രൂപ നമുക്ക് നഷ്ടമായിട്ടാണ് ഇവിടെ വരുന്നത് ഈ 25 വർഷം കഴിയുമ്പോൾ. ഈ 5,40,000 രൂപ ആ 25 വർഷത്തിനകത്ത് നമ്മൾ വീണ്ടും ഉണ്ടാക്കണം, വീണ്ടും നേടിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വർഷവും ഞാൻ എത്ര രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം? സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് എ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ഓഫ് 5,40,000. 5,40,000 രൂപ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ലഭിക്കാൻ ഓരോ വർഷവും ഞാൻ എത്ര രൂപ മാറ്റി വെക്കണം? അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 4%, 4% പലിശ നിരക്കുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ പലിശ നിരക്ക് എങ്ങനെയാണ് ഉപയോഗപ്രദമാവുന്നത് നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലാതെ വീട്ടിൽ പെട്ടിയിലെടുത്ത് വെക്കുകയല്ല. നമ്മൾ ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ബാങ്ക് വിൽ പ്രൊവൈഡ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ദ മണി വി ആർ ഇൻവെസ്റ്റിംഗ്. അല്ലെ, നമ്മൾ ഇടുന്ന കാശിന് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാറ്റ എഴുതാം. ഡാറ്റ എന്ന് പറയുമ്പോൾ ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ്, മൊത്തം എത്ര രൂപ നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ അത് ഇവിടെ 5,40,000 റുപ്പീസ്. അതെങ്ങനെയാണ് കിട്ടിയത്? 6 ലക്ഷം 6 lakh റുപ്പീസ് ആയിരുന്നു ടോട്ടൽ എമൗണ്ട്
നമ്മൾ വാങ്ങിക്കാൻ എടുത്തത്. അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് എത്രയായിരുന്നു? 60,000 രൂപയായിരുന്നു അല്ലെ. അപ്പൊ ഈ 60,000 രൂപ, ദാറ്റ് ഈസ് 10% ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ്. ആ 60,000 രൂപ നമുക്ക് പിന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ നമുക്ക് ലോസ് ആയിട്ട് വരുന്നത് 5,40,000 റുപ്പീസ് ആണ്. 5,40,000 ആണ് നമുക്ക് നഷ്ടമായിട്ട് വരുന്ന തുക. അപ്പൊ അതാണ് ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ്. ഈ ഫണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ എത്ര സമയമുണ്ട്? 25 ഇയേഴ്സ്. ആ വീടിന് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന് 25 വർഷം ലൈഫ് ഉണ്ട്. ആ 25 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ കാശ് ഉണ്ടാക്കിയാൽ മതി. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് ഈസ് 4%. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പലിശ നിരക്ക് 4%. നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. ആനുവൽ സിങ്കിങ് ഫണ്ട് I ഈക്വൽ ടു SI/1 + I all raised to n-1. കാൽക്കുലേഷൻ തുടങ്ങാം. ഇതിലുള്ള ഈ ഇക്വേഷനിലുള്ള ഓരോ ടേംസിനെയും ഞാൻ റീപ്ലേസ് ചെയ്യാണ്. എസിന് പകരം 5,40,000, ഐക്ക് പകരം 0.04 ആൻഡ് എന്നിന് പകരം ലൈഫിന് പകരം 25. ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12,966.46. അതായത് 12,966 രൂപ 46 പൈസ. ഇത്രയും രൂപ ഓരോ വർഷവും ഞാൻ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് 4% പലിശ നിരക്കും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 25 വർഷം കൊണ്ട് 5,40,000 രൂപ എനിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും. ഈ 5,40,000 രൂപ എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് അന്ന് 60,000 രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബിൽഡിംഗ് വാങ്ങിയ സമയത്ത് എനിക്ക് എത്രയാണോ ചിലവായത് ആ പൈസ വീണ്ടും എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്തും. ഇതാണ് സിങ്കിങ് ഫണ്ടിന്റെ കൺസെപ്റ്റ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ക്വസ്റ്റ്യൻ. The annual sinking fund to be deposited is 12,966.46. അപ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടേമിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അതിന്റെ ആൻസറിന് ഒരു പെർഫെക്ഷൻ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോബ്ലം നമ്പർ 3. An employee purchased an old building. ഒരു പഴയ ബിൽഡിംഗ് ഒരാൾ വാങ്ങിക്കുകയാണ് for 4,20,000 rupees. 4,20,000 രൂപയ്ക്ക് അയാൾ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുകയാണ്, എക്സ്ക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. അപ്പൊ അതിൽ കോസ്റ്റ് ഓഫ് ലാൻഡ് പെടുന്നില്ല, ബിൽഡിങ്ങിന് മാത്രമുള്ള രൂപയാണ് 4,20,000. കാൽക്കുലേറ്റ് ദ ആനുവൽ സിങ്കിങ് ഫണ്ട് അറ്റ് 5% ഇൻട്രസ്റ്റ്. 5% പലിശ നിരക്ക് ബാങ്കിൽ നിന്നും കിട്ടുമെങ്കിൽ എത്ര രൂപ ആനുവലി സിങ്കിങ് ഫണ്ട് ആയി മാറ്റി വെക്കണം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അസ്യൂമിങ് ദ ഫ്യൂച്ചർ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 15 ഇയേഴ്സ്. ഭാവി ഇനി 15 വർഷം ഈ ബിൽഡിംഗ് നിലനിൽക്കും, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 15 വർഷം കിട്ടുന്നുണ്ട്. ആൻഡ് ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ആസ് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പർച്ചേസ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ ബിൽഡിംഗ് വാങ്ങിച്ചത് അതിന്റെ 10% രൂപ ആ ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അതായത് ആ വീടിന്റെ ലൈഫ് കഴിഞ്ഞ് നമ്മൾ പൊളിച്ചതിന്റെ പാർട്സ് വിൽക്കുമ്പോൾ ഞാൻ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് ആ ബിൽഡിംഗ് അതിന്റെ 10% എനിക്ക് തിരിച്ചു കിട്ടും എന്ന് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് എനിക്ക് കണക്കുണ്ട്. അപ്പോൾ എത്ര രൂപ നഷ്ടം വരുന്നു, അതുവഴി നമ്മൾ എത്ര രൂപ നേടിയെടുക്കുന്നു എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് 4,20,000 രൂപയ്ക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഞാൻ ഇത് വാങ്ങുന്നത്, ഈ പർച്ചേസ് നടക്കുന്നത്. പർച്ചേസ് നടന്നാൽ ഏകദേശം 15 വർഷം ഈ ബിൽഡിംഗ് നിലനിൽക്കും, കുഴപ്പമൊന്നും ഇല്ലാതെ നിലനിൽക്കും, അതല്ലെങ്കിൽ അതിന്റെ ലൈഫ് പീരീഡ് ആണ്. ഈ 15 വർഷം കഴിഞ്ഞാൽ 10% ചുരുങ്ങും അതിന്റെ വില. 4,20,000 10% എന്ന് പറയുമ്പോൾ 42,000 രൂപയായിട്ട് ചുരുങ്ങും. അപ്പൊ എനിക്ക് ഈ 15 വർഷം കൊണ്ട് നഷ്ടം വരുന്ന തുക എത്രയാണ്? 4,20,000 രൂപ എന്നുള്ളത് 42,000 രൂപയായിട്ട് ചുരുങ്ങുകയാണ്. അപ്പൊ ഏകദേശം 3,78,000 രൂപ എനിക്ക് ഇതിൽ നിന്ന് എന്ത് വരും, നഷ്ടം വരും. ഓക്കെ, ഈ നഷ്ടം ഞാൻ എങ്ങനെ നികത്തണം? ഘട്ടം ഘട്ടമായി ഈ 15 വർഷത്തിനുള്ളിൽ കുറച്ച് തുക ഓരോ വർഷവും മാറ്റി വെച്ചിട്ട് വേണം ഈ 3,78,000 രൂപ നേടിയെടുക്കാൻ. അപ്പൊ ഈ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ബാങ്കിൽ നിന്നും ഒരു പലിശയുടെ സഹായം കൂടി ഉണ്ടാവും. ഈ പലിശ എന്നുള്ളത് എത്ര രൂപയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നുള്ളത്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 10%. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇറ്റ് ഈസ് ഗിവൺ ആസ് 10% അല്ല 5%. ആൻഡ് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ ഡാറ്റ ഒന്ന് എഴുതാം. ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് ഇറ്റ് ഈസ് 3,78,000. കാരണം 4,20,000 നിന്നും 42,000 രൂപ സ്ക്രാപ്പ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നഷ്ടം വരുന്ന തുക 3,78,000 രൂപ. ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 15 ഇയേഴ്സ്. ബിൽഡിങ്ങിന്റെ ജീവിതം 15 വർഷമാണ് ബാക്കിയുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് given by the bank is 5%. 5% പലിശ നിരക്ക്. അപ്പോൾ എഴുതേണ്ടത് 0.05 എന്നാണ്. ഓക്കെ, ഇക്വേഷൻ നമുക്കറിയാം.
ഇക്വേഷനിലുള്ള ഓരോ ടേംസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എസ് ഈക്വൽ ടു 3,78,000, എൻ ഈക്വൽ ടു 15, ഐ ഈക്വൽ ടു 0.05. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കാൽക്കുലേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഇറ്റ് ഈസ് 17,517.38. ഓക്കെ, 17,517 രൂപ 38 പൈസ. ഇത്രയും തുക ഓരോ വർഷവും ഞാൻ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ, if the bank is giving 5% interest on my capital, we can accumulate rupees 4,20,000 by 15 years. 15 വർഷം കൊണ്ട് 4,20,000 രൂപ, അല്ല 3,78,000 രൂപ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ വർഷവും 17,517 രൂപ 38 പൈസ 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ മതി. സോ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ദ ആനുവൽ സിങ്കിങ് ഫണ്ട് ഈസ് rupees 17,517 rupees 38 paise. Okay. Problem number 4. The sinking fund amount of a building is estimated to 50,000, whose future life is 25 years. Find the yearly installment of sinking fund, which should be at 6%, and also define the sinking fund. Sinking fund എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള വേറെ കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിന്റെ സിങ്കിങ് ഫണ്ട് ആയിട്ട് വരുന്ന തുക 50,000 രൂപയാണ്. അതിന്റെ ലൈഫ് എന്നുള്ളത് 25 ഇയേഴ്സ് ആണ്. ആൻഡ് അതിന്റെ ഓരോ വർഷവും നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട തുക എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗിവൺ ആസ് 6%. 6% പിന്നെ നമ്മുടെ പലിശ നിരക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡയറക്റ്റ് ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എത്രയാണ്? ഇറ്റ് ഈസ് 50,000. അവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നോ ക്യാപിറ്റൽ വാല്യൂ ഒന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് 50,000 രൂപയാണ് അക്യുമുലേറ്റ് ചെയ്യാനുള്ളതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 25 ഇയേഴ്സ്. 25 വർഷമാണ് ആ ബിൽഡിങ്ങിന്റെ ലൈഫ് ഉള്ളത്. സോ ഓരോ വർഷവും മാറ്റി വെച്ച് തുക എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25 വർഷം സമയം കിട്ടും ഈ പൈസ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ദ ബാങ്ക് ഇറ്റ് ഈസ് 6%. 6% പലിശ നിരക്കുള്ളത്. അപ്പൊ അതിൽ 6% നമ്മൾ 0.06 എന്ന് എഴുതും. വി നോ ദ ഇക്വേഷൻ. ഇറ്റ് ഈസ് I equal to SI by 1 plus I all raised to n minus 1. And അതിലെ ഓരോ വാല്യൂസിനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. S equal to 50,000, N equal to 25, I equal to 0.06. ഇത്രയും ചെയ്താൽ we will get the final value as 911.34. 911 രൂപ 34 പൈസ. ഇത്രയും ഓരോ വർഷവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് 6% കാശിന് പലിശ തരുന്നുണ്ടെങ്കിൽ we will get 50,000 rupees at the end of 25 years. 25 വർഷം കൊണ്ട് 50,000 രൂപ നമുക്ക് 6% പലിശ നിരക്കിൽ നേടിയെടുക്കാനാവും if we are depositing 911.34 in an year. Okay. അപ്പോൾ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. The annual sinking fund is rupees 911.34. Okay. ഇത്രയാണ് പ്രോബ്ലം നമ്പർ 4ന്റെ ആൻസർ ഉള്ളത്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ നെക്സ്റ്റ് പ്രോബ്ലം. പ്രോബ്ലം നമ്പർ 5. A building was purchased for rupees 80,000. ഒരു ബിൽഡിംഗ് 80,000 രൂപക്ക് വാങ്ങിച്ചു. The scrap value of the building after 20 years, 20 വർഷത്തിന് ശേഷം ആ ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്നുള്ളത് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി, അത് പ്രതീക്ഷിക്കുന്നത് ഇറ്റ് ഈസ് 8,000. ഓക്കെ, അപ്പോൾ 20 വർഷം കാലം കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിഞ്ഞു. ആൻഡ് ആ സമയത്ത് അതിലെ സ്ക്രാപ്പ് വാല്യൂ 8,000 രൂപയാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Calculate the book value and total depreciation of the building at the end of 10th year. 10 വർഷം കഴിഞ്ഞാൽ ആ വസ്തുവിന് എത്ര മൂല്യം ഉണ്ടാവും എന്ന് കണക്കാക്കണം. ഇപ്പൊ 20 വർഷം കഴിഞ്ഞാൽ 8,000 രൂപയേ ഉള്ളൂ. 80,000 രൂപയുടെ സാധനം 20 വർഷം കഴിഞ്ഞാൽ 8,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ 10 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും എന്ന് കാണണം എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ക്ലാസ്സിൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, assuming that the value depreciates at a constant percentage. ഒരു കൃത്യ ശതമാനമാണ് എല്ലാ വർഷവും പിന്നെ വില ഇടിഞ്ഞു വരുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആൾസോ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സിങ്കിങ് ഫണ്ടിന്റെ ഭാഗമായിട്ട്. ബാക്കിയുള്ള ഇത്രയും ഭാഗം നമുക്ക് അടുത്ത പോർഷൻ എടുത്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ആൾസോ കാൽക്കുലേറ്റ് ദ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് റിക്വയർഡ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് അറ്റ് 8% interest to realize the sinking fund at end of 20 years. 20 വർഷം
സമയമുണ്ട്. ആ 20 വർഷം ബാങ്ക് 8% പലിശ നിരക്ക് നൽകുന്നുണ്ടെങ്കിൽ ഈ ലോസ് ഓഫ് മണി പിടിച്ചെടുക്കാൻ വേണ്ടി, സിങ്കിങ് ഫണ്ട് എടുക്കാൻ വേണ്ടി നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെയിം ആസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, കാരണം മറ്റ് ടോപ്പിക്കും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്ത സമയത്ത് പല കുട്ടികളും വാട്സപ്പ് വഴി ഇതിൽ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പോർഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. സോ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഡാറ്റ മാത്രം ഇങ്ങെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 80,000 റുപ്പീസ് ആണ് ഇതിൻ്റെ ഇനീഷ്യലായിട്ട് നമ്മൾ മുടക്കുന്നത്. 8,000 രൂപയാണ് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 20 വർഷമാണ് സമയമുള്ളത്. 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇത്രയും അറിയെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യാലോ. ഓക്കെ, ടോട്ടൽ സിങ്കിങ് ഫണ്ട് ടു ബി അക്യുമുലേറ്റഡ് എത്രയാണ്? 72,000. ഈ 72,000 നമുക്ക് എങ്ങനെ കിട്ടിയത്? 80,000 രൂപയാണ് ഇനീഷ്യൽ കോസ്റ്റ്. അതിൽ നിന്നും നമുക്ക് അവസാനം കിട്ടുന്നത് 8,000 രൂപയാണ്. ബാക്കി നമുക്ക് നഷ്ടം വരുന്ന തുക 72,000 രൂപയാണ്. അപ്പോൾ ആ തുകയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ലൈഫ് ഓഫ് ദി ബിൽഡിംഗ് 20 years ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് ഈസ് 8% ഓർ 0.08 ആണ്. അപ്പോൾ ആനുവൽ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിലെ ഓരോ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. S = 72,000, N = 20 ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I = 0.08. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 1,573.36. 1,573 രൂപ 36 പൈസ. ഇത്രയും തുക ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 8% ബാങ്ക് പലിശ നൽകുന്നുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് നമുക്ക് 72,000 രൂപ നേടിയെടുക്കാം. വിച്ച് ഈസ് ദ ടോട്ടൽ സിങ്കിങ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകൾ തമ്മിൽ മാറിപ്പോവരുത്. ഏത്? ടോട്ടൽ സിങ്കിങ് ഫണ്ട് ഉണ്ട്, ആനുവൽ സിങ്കിങ് ഫണ്ട്. ടോട്ടൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി കിട്ടുന്ന തുകയാണ്. ആനുവൽ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം നമ്മൾ മാറ്റി വെക്കേണ്ട തുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. The annual sinking fund is 1,573 rupees 36 paise. 1,573 രൂപ 36 പൈസയാണ് നമ്മൾ ഓരോ വർഷവും സിങ്കിങ് ഫണ്ട് ആയിട്ട്, ആനുവൽ സിങ്കിങ് ഫണ്ട് ആയിട്ട് മാറ്റി വെക്കേണ്ടത്. Okay, we will get into the next problem, which is the last problem, problem number 6. The owner installed a generator in a theater at a cost of 1 lakh rupees. 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ജനറേറ്റർ തിയേറ്ററിന്റെ മുതലാളി വെക്കുകയാണ്. If the life of generator is 2 years, 2 വർഷം മാത്രമേ ആ ജനറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ calculate the amount which he should kept aside annually as sinking fund to accumulate the above cost at 8% compound interest. 8% പലിശ നിരക്കിൽ ഇയാള് എത്ര രൂപ ഓരോ വർഷവും മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് പിന്നെ 1 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് എന്തുള്ളത്, ഇയാള് ഈ ജനറേറ്റർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ലൈഫ് എന്നുള്ളത് 2 ഇയർ ആണ്. 1 ഇയർ 2 ഇയർ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇയാൾക്ക് 0 rupees ആയിട്ട് മാറും. എന്ത്? അതിന്റെ ടോട്ടൽ വാല്യൂ. അപ്പൊ ഇയാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം 2 വർഷം യൂസ് ചെയ്യാം. 2 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 0 ആയി മാറും. അപ്പൊ ഓരോ വർഷവും ഇയാൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാറ്റി വെക്കണം. ഇവിടെ ആകെ 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ മാറ്റി വെക്കാൻ അയാൾക്ക് സമയം കിട്ടുള്ളൂ. ഒരു വർഷം കഴിയുമ്പോൾ അയാൾ ഒരു തുക മാറ്റി വെക്കും, അടുത്ത വർഷം കഴിയുമ്പോൾ മാറ്റി വെക്കും ഒരു തുക. അപ്പൊ അതോടുകൂടി ആ സംഭവം കഴിഞ്ഞു. അപ്പൊ ഈ ആദ്യത്തെ വർഷത്തെ തുകയുടെ പലിശ മാത്രമേ അയാൾക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് അതിന്റെ ഉത്തരത്തിലോട്ട് പോവാം, കാൽക്കുലേഷനിലോട്ട് പോവാം. എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. ടോട്ടൽ സിങ്കിങ് ഫണ്ട് 1 ലക്ഷം രൂപയാണ്. അയാൾക്ക് നഷ്ടം വരുന്നത് 2 വർഷമാണെങ്കിലും അയാൾക്ക് നഷ്ടം വരുന്ന തുക 1 ലക്ഷം രൂപയാണ്. അതിന്റെ ലൈഫ് എന്നുള്ളത് 2 വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് എത്രയാണ്? ഇറ്റ് ഈസ് 8%. 8% ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് പുട്ട് ഓൾ ദിസ് ഡാറ്റ ഇൻ ടു ദ ഇക്വേഷൻ. SI by 1 plus I all raised to n ആണല്ലോ. അപ്പൊ അതിൽ എസിന്റെ വാല്യൂ 1 ലക്ഷമാണ്, എന്നിന്റെ വാല്യൂ 2 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I = 0.08 ആണ്. ഇത്രയും നമ്മൾ കാൽക്കുലേഷനിൽ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഫൈനൽ കാൽക്കുലേഷൻ ആയിട്ട് നമുക്ക് കിട്ടും 48,076 rupees and 92 paise. ഒരു വർഷം അയാൾ 48,076 രൂപ 92 പൈസ അയാൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ he will get എന്ത് 1 lakh rupees at the end of second year. 2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും? he will get
1 ലക്ഷം രൂപ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ആൻസർ കൺക്ലൂഡ് ചെയ്യാം? 48,076 രൂപ 92 പൈസ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ 0, ഇയാൾ ഇത് വാങ്ങിച്ച വർഷം 1 ലക്ഷം രൂപ ചിലവാക്കി. ഒരു വർഷം കഴിഞ്ഞു അയാൾ 48,076 രൂപ 92 പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം കൂടെ കഴിഞ്ഞു വീണ്ടും 48,076 രൂപ വീണ്ടും ഇടും. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആദ്യ ഇട്ട 48,076 രൂപ 92 പൈസന്റെ പലിശയും കൂടെ എന്ത് വന്നിട്ടുണ്ടാവും? ആഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഈ 2 തവണ 48,076 രൂപ ഇടുന്നതും ആദ്യത്തെ 48,076 രൂപയുടെ ഒരു വർഷത്തെ പലിശയും കൂടെ ടോട്ടൽ ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ കിടക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇതിലെ സിങ്കിങ് ഫണ്ട് എന്നുള്ള ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആനുവിറ്റി, ക്യാപിറ്റൽ വാല്യൂ അങ്ങനെ പോലത്തെ അടുത്ത ടോപ്പിക്കിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. സിങ്കിങ് ഫണ്ടിൽ നിന്നും ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.